20 വയസ്സ് മാത്രമുള്ള നമ്മുടെ ഹീറോയെ ഒരു 40 വയസ്സുകാരി പ്രേമിക്കുന്നു. പക്ഷേ അതെന്തിനാണെന്നുള്ള കാരണമാണ് 2013 പുറത്തിറങ്ങിയിട്ടുള്ള ഇറ്റ് ബോയ് എന്ന സിനിമയിൽ കൂടെ പറയുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ ഒരു ഫേമസ് മാഗസീനിലെ എഡിറ്ററാണ്. അങ്ങനെ ഹീറോയിൻ വർക്കൊക്കെ കഴിഞ്ഞ് ബ്രസീൽ എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് കൂടെയുള്ള സ്റ്റാഫിനെ വിളിക്കുന്നത്. കാരണം ഹീറോയിൻ അവിടുന്ന് പോയതിന് ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്നറിയാം. ഇത് കേട്ടുടനെ തന്നെ സ്റ്റാഫ് പറയും, നീ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ലിസ പ്രമോഷൻ വാങ്ങുമെന്ന് തോന്നുന്നു, കാരണം അവൾ ഫുൾ ടൈം ബോസിൻ്റെ കൂടെയാണെന്ന്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ഹീറോയിന് കലിപ്പാകും, കാരണം ഇവൾ കുറേ നാളായിട്ട് പ്രൊമോഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഹീറോയിൻ വന്ന് പ്ലെയിനിൽ കയറുമ്പോൾ നമ്മുടെ ഹീറോ താഴെ എക്കണോമിക് ക്ലാസ് വരും. അവിടെ വരുമ്പോൾ അവൻ്റെ സീറ്റിലൊരു പയ്യൻ കയറിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഹീറോ മാറാൻ പറയുമ്പോൾ ആ പയ്യൻ അനങ്ങത്തില്ല. അങ്ങനെ എയർ ഹോസ്റ്റേഴ്സ് വന്നതിന് ശേഷം ഇവരെന്താ പ്രശ്നമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹീറോയെ കൊണ്ട് മണ്ടയിലിരുത്തും. എവിടെ? നമ്മുടെ നായികയുടെ തൊട്ടടുത്ത് തന്നെ. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇതൊന്നും മൈൻഡാക്കുന്നില്ല, കാരണം അവളുടെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവിടെ ഇടി വെട്ടുന്നത്. ഒട്ടനെ തന്നെ ഇവളെ പേടിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ കൈ കയറി പിടിക്കും. പിന്നെ എന്ത് വേണം? അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് തുടങ്ങി കമ്പനിയാകും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഹീറോ താഴേക്ക് നോക്കുമ്പോൾ ഒരു പെൻഡ്രൈവ് കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോ കൊടുക്കാനായിട്ട് ഓടി ചെല്ലുമ്പം ഹീറോയിൻ അവളുടെ ചേച്ചിയുടെ കൂടെ കാറ് കയറി. പുറകെ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ അവനെ വിളിക്കാനും വരും. അങ്ങനെ കാറിൽ പോകുമ്പോൾ അവളുടെ സിസ്റ്റർ അവളോട് ചോദിക്കും, എന്താ ഈ ഡിവോഴ്സ് ആയിട്ട് ഇത്ര നാൾ ഇങ്ങനെ ഇരിക്കുവാണോ? എനിക്ക് ഡോക്ടറിനെ അറിയാം, നീ അവൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകാൻ പറയും. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ പറയും, എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ വർക്ക് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണെന്ന്. അവിടെ നിന്ന് നേരെ നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വന്നിട്ട് അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിക്കും, ബോസും ലിസയും തമ്മിൽ കറങ്ങുവാണെന്ന് കേട്ടല്ലോ, ഇതുള്ളതാണോ എന്ന്. ആ ടൈമിൽ തന്നെ ലിസ അങ്ങോട്ട് വന്നിട്ട് പറയും, ഇന്നലെ 6 മണിക്ക് ഓണറും ബോസും തമ്മിൽ മീറ്റ് ചെയ്തായിരുന്നു, അന്നേരം അവർ പ്രമോഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ നേരെ ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കിപ്പം 40 വയസ്സുണ്ട്, ഇത്ര നാളായിട്ട് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത് വെറുതെ ആണോ എന്ന്. ഇത് കേട്ടിട്ട് തന്നെ ബോസ് പറയും, ഏജ് ഒന്നും വലിയ കാര്യമേ അല്ല, ലിസ നല്ല ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ അവൾ ഡിസൈൻ ചെയ്ത പുതിയ ബുക്ക് നോക്ക്, അവൾക്ക് യങ് പീപ്പിൾസിൻ്റെ എല്ലാം മൈൻഡ് നന്നായിട്ട് അറിയാമെന്ന് പറയും. അതോടൊപ്പം തന്നെ പുള്ളി പറയും, നീ ഇനി ഫാമിലിയൊക്കെ നോക്കിയിരിക്കാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു വരുന്നത് ഇവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന കേസാണ്. ഇത് കേട്ടറിഞ്ഞ തന്നെ ഹീറോയിൻ ഞാൻ എൻ്റെ വർക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും. അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവളുടെ എക്സ് ഹസ്ബൻഡ് വരും. ആക്ച്വലി നമ്മുടെ ഹീറോയിന് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആൾ നമ്മുടെ എക്സിൻ്റെ കൂടെ. ഇപ്പം അവൻ ഇവിടെ വന്നിരിക്കുന്ന അവൻ്റെ ഇളയ മോളെ വിളിച്ചുകൊണ്ട് പോകുക. അങ്ങനെ അവിടെ നിന്ന് കുട്ടിയൊക്കെ പോയ ശേഷം ഹീറോയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, കാരണം ഇങ്ങനത്തെ ഇൻസിഡൻ്റ് ഒക്കെ നടന്നുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് അടുത്തിരുന്ന് നമ്മുടെ ഹീറോയുടെ നമ്പർ വാങ്ങുന്നത്. അങ്ങനെ ഹീറോയിൻ അവനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കും. ഹീറോയിൻ പറയും, ഞാൻ പ്ലെയിനിൽ അടുത്തിരുന്ന ആളാ, എൻ്റെ പെൻഡ്രൈവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ഹീറോ ഉണ്ടെന്ന് പറയുമ്പം ഹീറോയിൻ നേരെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവൻ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് ചെല്ലും. അവിടെ വന്ന് ഇവർ തന്നെ കണ്ട ശേഷം നമ്മുടെ ഹീറോ അവളെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകും. ആ ടൈമിൽ തന്നെയാണ് ഇവളുടെ ഓഫീസിലുള്ള 2 പേര് ഇത് കാണുന്നത്. ഇത് കണ്ടുടനെ ഇവരോർക്കും, ഇവള് സാധാരണ ബോയ്സുമായിട്ട് മിണ്ടാറ് പോലും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഓർക്കും. ഹീറോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം പരിചയപ്പെടുത്തും. ആ ടൈമിൽ ഹീറോയിൻ ചോദിക്കും, എൻ്റെ പെൻഡ്രൈവ് എവിടാന്ന് ചോദിക്കും. ഹീറോ പറയും, പെൻഡ്രൈവോ? അതെൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ ഇല്ല, പക്ഷെ വീട്ടിലിരിക്കുവാണ്. എങ്കിൽ വീട്ടിൽ പോയി പെൻഡ്രൈവ് എടുക്കാമെന്ന് ഓർത്താൽ അവിടെ നിന്ന് അവർ 2 ഇറങ്ങി സ്കൂട്ടി കയറാൻ നേരം ഹീറോ ഹെൽമെറ്റ് വെച്ച് കൊടുക്കും. ഉടനെ തന്നെ ഹീറോയിന് ലൂസ് ആയതുകൊണ്ട് ഹീറോ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ അവിടെ ഇരുന്ന് ഇത് കാണുന്നത്. അത് കണ്ടിട്ട് അവർ വിചാരിച്ച് ഹീറോയിൻ തമ്മിൽ കിസ് അടിക്കുവാണെന്ന്. അതുകൊണ്ട് ഇവർ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ വാട്സപ്പിലെല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഹീറോയുടെ അച്ഛനും കൂടെ അവർ ഡേറ്റ് ചെയ്യുന്ന പെണ്ണും. അങ്ങനെ ഹീറോ നമ്മുടെ ഹീറോയിനെ വലിച്ചുകൊണ്ട് അവൻ്റെ മുറി പോയിട്ട് കഷ്ടപ്പെട്ട് ആ പെൻഡ്രൈവ് എടുത്ത് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഹീറോ ചോദിക്കും, നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ ഞാനെങ്ങും ഇല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും. പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഹീറോയിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. ഇത് കണ്ടുടനെ ഹീറോയിൻ ഇവരെല്ലാവരും ഇങ്ങനെയെന്ന് ഓർത്തിട്ട് അവിടെയുള്ള കോവർക്കർ ചെന്ന് ചോദിക്കും. ഉടനെ തന്നെ കോവർക്കർ ഇതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കാണിക്കും.
ഇത് കണ്ടുടനെ ഹീറോയിൻ വലിയ മൈൻഡ് ആക്കത്തില്ല. ഹീറോയിൻ ഓർക്ക് ഇതായിരുന്നു ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ വർക്ക് നോക്കും. അന്ന് ഈവനിങ്ങിൽ തന്നെ ഹീറോയിൻ ബോസിൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ടിൻ്റെ പെർമിഷനായിട്ട് ഉടനെ തന്നെ ബോസ് ഈ സെയിം ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയും എനിക്ക് ഇതുപോലത്തെ ഫോട്ടോസ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ബോസ് അവിടെ നിന്ന് ലിസയുടെ കാറ് കയറി പോകും. ഇതെല്ലാം ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനോട് പറയും. അപ്പോൾ ഫ്രണ്ട് പറയും നീ അവനുമായിട്ട് ചുമ്മാ കമ്പനി ആയിട്ടിരിക്കുക, പാർട്ടിയിലും പബ്ബിലും ഒക്കെ പോയി ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പം ബോസ് നിനക്ക് പ്രമോഷൻ തരുമായിരിക്കും. ഈ കാര്യമെല്ലാം നമ്മുടെ ഹീറോയിൻ രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കും. പിറ്റേ ദിവസം ഹീറോയിൻ വേറെ ലെവലിലുള്ള ലുക്കിലൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോയുടെ കോളേജിലേക്ക് വരും. അവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും ഇവളെ തന്നെ നോക്കും. അങ്ങനെ ഇവളെ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് പറയും എൻ്റെ കയ്യിൽ നിന്റെ നമ്പരില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കോളേജിലേക്ക് വന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് ഞാൻ ഹീറോയുടെ പകുതി കിളി പോവും. അതോടൊപ്പം തന്നെ അവൾ പറയും ഇന്നുമായിട്ട് നമുക്ക് പാർട്ടിക്ക് പോയാലോ എന്ന്. ഇത് കേട്ടിട്ട് ഞാൻ ഹീറോ ഓക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും വൈകിട്ടൊരു എക്സിബിഷൻ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ആ 2 സ്റ്റാഫ് അവിടെ നിൽക്കും. അങ്ങനെ ഇവർ ഈ എക്സിബിഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹീറോയിൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു ബിയറുമായിട്ട് വന്ന് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ട് അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചിരിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയിനൂടെ ടോപ്പിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ലിസ നിൽക്കുന്നത്. ലിസ ഒരു കഞ്ചാവ് എടുത്തിട്ട് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കും. പക്ഷേ ഹീറോ വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അത് വാങ്ങിച്ച് വലിക്കും. അങ്ങനെ അവൾ അതും വലിച്ചിട്ട് കിറങ്ങി തിരിച്ച് 2 പേരൂടെ പോരുമ്പോൾ ആ ഹീറോയിൻ്റെ സിസ്റ്റർ വിളിക്കുന്നത്. പുള്ളിക്കാരി പറയും നീ ഇന്നലെ ആ ഡോക്ടറിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഈ ഡോക്ടർ എന്നുള്ള വാക്ക് കേട്ടിട്ട് നമ്മുടെ ഹീറോ ഞെട്ടിപ്പോവും. ഹീറോ ഡോക്ടറോ എന്ന് ചോദിച്ചിട്ട് പേടിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ അതിലെ വന്ന് ടാക്സിയിലോട്ട് വേഗം കയറ്റി പറഞ്ഞു വിടും. അങ്ങനെ ഈ ഇൻസിഡൻ്റൊക്കെ ഓർത്തിട്ട് ഹീറോയിൻ കാറിലിരുന്നിട്ട് മുടിഞ്ഞ ചിരി. അങ്ങനെ ഇവള് വീട്ടിൽ ചെന്ന് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കും. പക്ഷേ ഇവള് കിറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇവൾ എന്തൊക്കെയോ വിളിച്ചു പറയും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആ മീറ്റിംഗ് കുളവാകും. ചില ദിവസം ഹീറോയിൻ ഓഫീസിലേക്ക് വരുമ്പോൾ ബോസ് മൈൻഡ് ചെയ്ത് പോകും. കാരണം അവൾ ഇന്നലെ രാത്രി ആ മീറ്റിങ്ങിന് വരാത്തതുകൊണ്ട്. അങ്ങനെ അന്ന് വൈകിട്ടാകുമ്പം ഹീറോയിനും എല്ലാം കൂടി ഒരു ഫാഷൻ ഷോയ്ക്ക് പോകും. അവരുടെ പബ്ലിക്കേഷൻ നടത്തുന്ന ഒരു ഫാഷൻ ഷോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഫാഷൻ ഷോയ്ക്ക് ഗേൾസ് എല്ലാം നടന്നു വരുമ്പോൾ ഒരു പെണ്ണ് അവിടെ ഇത് കണ്ടുടനെ തന്നെ ഹീറോ ഓടിച്ചെന്ന് അവളെ എടുത്തു പോകും. അങ്ങനെ ആ ഫാഷൻ ഷോ ഫുള്ള് കുളവാകും. ആക്ച്വലി ഫാഷൻ ഷോയ്ക്ക് ഇടയ്ക്ക് ആരും കയറി വരാൻ പാടില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബോസും അവരെല്ലാം കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും കൂടെ ചെന്ന് അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. ഈ ഡാൻസ് കണ്ടുടനെ തന്നെ ബോസ് എണീറ്റ് നിന്ന് നോക്കും. കാരണം അത്ര സെക്സി ആയിട്ടാണ് നമ്മുടെ ഹീറോയിൻ കളിക്കുക. പക്ഷേ ഇത് കണ്ടുടനെ ലിസ പറയും ഇത് നാച്ചുറലായിട്ട് തോന്നുന്നില്ല, അവളുടെ ആക്ടിങ് ആയിട്ടാണ് തോന്നുന്നതെന്ന്. ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ കൂട്ടുകാരികൾ അടുത്ത് നിന്ന് ഇവരുടെ ഡാൻസിൻ്റെ പിക്ക് എടുക്കും. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഹീറോ അവിടെ നിന്ന് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോയ ശേഷം ഹീറോ സ്കൂട്ടിയിലിരുന്ന് ആലോചിച്ച് ഇവിടം വരെ വന്നിട്ട് ഒരു കിസ് പോലും കിട്ടിയില്ലല്ലോ. ഉടനെ തന്നെ ഹീറോ സ്കൂട്ടിയിൽ ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് കഥകെ കൊട്ടിയിട്ട് ചോദിക്കും മോൾ എന്ത് ചെയ്യുന്നത്. ഹീറോയിൻ പറയും അവൾ നാളെ വരുത്തുള്ളൂ. അപ്പം തന്നെ ഹീറോ ഒരു കിസ് അങ്ങ് കൊടുക്കും. പിന്നെ എന്ത് വേണം, അവർ തമ്മിൽ പരിപാടിയെല്ലാം അപ്പം തന്നെ നടക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പം ഹീറോയിൻ അവനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും വേഗം എഴുന്നേക്ക് എൻ്റെ മോള് വരുന്നതെന്ന് വിടുന്ന് പോകാൻ പറയും. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ചാടി എണീറ്റ് പോകാൻ നേരം പുറത്ത് മഴ പെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഹീറോ അവിടെ ഹാളിൽ തന്നെ ഇരിക്കും. ആ ടൈമിലാണ് ഹീറോ നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ഒരു ബുക്ക് ഇരിക്കുന്ന കാണുന്നത്. നോക്കുമ്പോഴോ അതിൻ്റെ ഓർഡർ നമ്മുടെ ഹീറോയിനും. അങ്ങനെ അവൻ പറയും ഞാൻ കൊണ്ടുപോയി 2 ദിവസം വായിച്ച് കഴിഞ്ഞ് കൊണ്ടുതരാന്ന്. പക്ഷേ ഹീറോയിൻ സമ്മതിക്കത്തില്ല. അവളിത് പിടിച്ചു മാറ്റാനായിട്ട് നോക്കുമ്പോൾ അവൻ്റെ മേത്തേക്ക് വീഴും. ആ ടൈമിൽ തന്നെ വേണ്ട നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററും മോളും കൂടെ വരും. അവർ കണ്ടിട്ട് ഇതെന്താണെന്ന് ഓർത്ത് ഷോക്കായിട്ട് നിൽക്കും. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ എണീറ്റിട്ട് പറയും ഈ ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് നാളെ ഓഫീസിലേക്ക് കൊണ്ടുവന്നേക്കാൻ. അങ്ങനെ നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് നൈസായിട്ട് പറഞ്ഞു വിട്ടിട്ട് പുറകെ നമ്മുടെ ഹീറോയിൻ ചെന്ന് ഒരു കിസ്സും കൊടുത്തിട്ട് വിടും. പിറ്റേ ദിവസം ഹീറോയെ മീറ്റ് ചെയ്യുമ്പോൾ അവൻ അവിടെ കാണത്തില്ല. പകരം അവിടെ മരത്തിലൊരു മാപ്പ് കാണും. ഹീറോയിൻ ആ മാപ്പിനെ ഫോളോ ചെയ്ത് പോകുമ്പം അവിടെ ഒരു ഇയർഫോൺ കാണും. ഇവളതെടുത്ത് ചെവി വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഹീറോ സ്കൂട്ടിയുമായിട്ട് വരും. അങ്ങനെ അവർ ആ ദിവസം മുഴുവൻ അതിലെ കറങ്ങി നടക്കും. വൈകിട്ട് അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഹീറോയിനോട് ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ. ഹീറോയിൻ ചോദിക്കും എന്താണ്. ഹീറോ പറയും എന്നെ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടോയെന്ന്. ഹീറോയിൻ അന്നേരം ഒന്നും മിണ്ടാതിരിക്കും. പിറ്റേ ദിവസം ഓഫീസിലിരിക്കുമ്പോൾ ലിസ പറയും നമുക്ക് സെക്സിനെ പറ്റിയുള്ള ടോപ്പിക് എഴുതാം, അതാവുമ്പോൾ എല്ലാവരും ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ചോളുമെന്നൊക്കെ പറയും. പക്ഷേ ആ ടൈമിലെല്ലാം നമ്മുടെ ഹീറോയുമായിട്ട് ചാറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബോസും എല്ലാവരും ചോദിക്കും നിനക്കിത് ഓക്കെ ആണോ എന്ന്. ഹീറോയിൻ പറയും സെക്സിനെ പറ്റി എഴുതുന്ന വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഡിഫറൻ്റ് ആണ്, എന്നെ തന്നെ എടുത്തു നോക്കിക്കാൻ. ഞാനിപ്പോൾ എന്നേക്കാളും പ്രായം കുറഞ്ഞ ഒരുത്തനുമായിട്ട് ഡേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം യൂത്തിനെല്ലാം മാരീഡായിട്ടുള്ള പെണ്ണിൻ്റെ മേലിൽ
ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എഴുതാമെന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഓക്കെ പറയും. ഇന്ന് രാത്രി ഈ ഏജ് ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഹീറോയെ നൈസായിട്ട് ഒഴിവാക്കാമെന്ന് ഹീറോയും വിചാരിക്കും. അങ്ങനെ അവളെ ഇന്ന് ഹീറോയെ മീറ്റ് ചെയ്യുമ്പം അവൻ അവളെ വലിച്ചുകൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകും. ഒരു അടിപൊളി ഓഡിറ്റോറിയം. അവർ രണ്ടും മാത്രം അവിടെ ഉള്ളൂ. ആ ടൈമിൽ നമ്മുടെ ഹീറോ ഇവളോട് ചോദിക്കും നമുക്ക് കല്യാണം കഴിച്ചാലെന്ന്. ഹീറോയിൻ പറയും എനിക്ക് ഓൾറെഡി കല്യാണമായി ഡിവോഴ്സും ആയതാ, അത് തന്നെയല്ലേ എനിക്ക് നിന്നേക്കാൾ 20 വയസ്സ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് ഒഴിവായിട്ട് അവിടെ നിന്ന് പോയി. അത് കേട്ടോണ്ട് തന്നെ ഹീറോ നല്ല ഷോക്കും ആകും. അതുപോലെ തന്നെ ഹീറോയിനുള്ളിൽ നല്ല വിഷമവും. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ ഓഫീസിൽ നിന്ന് ഫ്രണ്ടിനോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോസ് വന്നിട്ട് പറയും നീ പറഞ്ഞ ഐഡിയ വേറെ ലെവലായി, നല്ല റീച്ച് ആയിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് ഹീറോയിൻ മോളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവൾക്കെന്തോ അടി കിട്ടിയിരിക്കും. അവളോട് എന്തായാലും ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയും. അവിടെ നിന്ന് ഹീറോയിൻ ചെന്ന് എക്സ് ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും നീയും ആ പയ്യനോട് ഇപ്പോൾ ഡേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അതിൻ്റെ ഫോട്ടോയും കണ്ട് അവളുടെ കൂട്ടുകാരികൾ കാണിച്ച് കളിയാക്കി, പിന്നെ അതിനെ തൊട്ടൊന്നുണ്ടായ സംഭവമാണെന്ന്. ഉടനെ ഹീറോയിൻ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ച് അതിലേ പോയത് പയ്യനെ പറ്റി കിസ് അടിക്കും. എന്നിട്ട് പറയും ഇതുപോലെയുള്ള അതും യങ് പീപ്പിൾസിൻ്റെ മൈൻഡ് സെറ്റ് അറിയാനായിട്ട് ഞാൻ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ പോകും. ഈ ടൈമിൽ തന്നെ ഹീറോയും അവൾ പോയ വിഷമത്തിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ വന്നിട്ട് പറയും ഒരു പെണ്ണ് പോയ അടുത്ത പെണ്ണ് നീ ലൈഫ് എൻജോയ് ചെയ്യാൻ പറയും. ആ ടൈമിൽ തന്നെ മാഗസിൻ്റെ കവർ പേജിൻ്റെ റിലീസായിട്ട് ഓണർ അവിടെ വരും. ഓണർ വന്നിട്ട് കവർ പേജിലെ മോഡലിനെ നോക്കുമ്പോൾ ആരെ ഇഷ്ടപ്പെടത്തില്ല. ആ ടൈമിലാണ് ഹീറോയിൻ്റെ ലാപ്ടോപ്പിലെ ഡെസ്ക്ടോപ്പ് ഹീറോയുടെ ഫോട്ടോ കിടക്കുന്ന കാണുന്നത്. ഇത് കണ്ടുടനെ ഓണർ പറയും ആ പയ്യനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ബോസ് എന്ന ഹീറോയിനോട് പറയും ആ പയ്യനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. ഹീറോയിൻ പറയും അതിനി നടക്കുമെന്ന് തോന്നില്ല, ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന്. ബോസ് പറയും നിനക്ക് പ്രമോഷൻ വേണമെങ്കിലോ അല്ലെ ഈ കമ്പനി തുടരണമെങ്കിലോ ആ പയ്യനെ ഉറപ്പായിട്ടും വിളിച്ചുകൊണ്ട് വരണമെന്ന്. ആ ടൈമിൽ തന്നെ ഹീറോ ലവ് ഫെയിലിയറിന് വിഷമത്തിൽ വെള്ളം അടിച്ച് അവിടെ കിടക്കും. അപ്പോൾ അവൻ്റെ അച്ഛൻ വന്ന് ചോദിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ട് നിനക്കിപ്പോൾ ഇത് മാറ്റവും ഇല്ലല്ലോ എന്ന്. ആ സെക്കൻഡിൽ തന്നെ ഹീറോയിൻ വന്ന് കോളിംഗ് ബെൽ അടിക്കും. അപ്പോഴാ ഹീറോ ചാടി എണീറ്റിട്ട് ഡ്രസ്സ് എടുത്തിടാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിലും നാറ്റം. പെട്ടെന്ന് ഇവൻ അച്ഛൻ്റെ ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് ഹീറോയിനെ അകത്തോട്ട് വിളിക്കും. ഹീറോയിൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് കുപ്പി. ഇതെന്ത് പറ്റിയത് ഹീറോയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ പുള്ളി പറയും അവന് ലവ് ഫെയിലിയർ ആയെന്നോ, പെണ്ണ് കളഞ്ഞിട്ട് പോയെന്നോ എങ്ങാണ്ട് പറഞ്ഞ് ഫുൾ ടൈം വെള്ളവടി ആയതെന്ന് പറഞ്ഞ് ഹീറോയുടെ മേത്തേക്ക് നൈസായിട്ട് വീഴും. ഇത് ഹീറോയിന് ഒരു അൺകംഫർട്ടബിൾ ആയി തോന്നിയുകൊണ്ട് ഹീറോയെ വിളിച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് പോകും. ആക്ച്വലി അവരെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനായിട്ട് ഹീറോയുടെ അച്ഛൻ ചെയ്തത് ട്രിക്കായിരുന്നു. അത് അവിടെ വെച്ച് ഹീറോയിൻ പറയും ഞങ്ങൾ ഓഫീസിൽ ഒരു മാഗസിൻ റിലീസ് ചെയ്യാൻ പോവാ, അതിൻ്റെ കവർ പേജ് നിൻ്റെ ഫോട്ടോ അവർ ആവശ്യപ്പെട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ഫോട്ടോഷൂട്ട് നടത്താമെന്ന് പറയും. ഇത് കേട്ടിട്ട് ഹീറോ പറയും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഫോട്ടോഷൂട്ടിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പക്ഷേ ഹീറോയിൻ അവനോട് കുറേ കെഞ്ചി കാല് പിടിക്കും, നിൻ്റെ കയ്യിൽ എൻ്റെ പ്രൊമോഷൻ ഇരിക്കുന്നത് എങ്ങനെയും വരാനൊക്കെ പറയും. അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ ദിവസമായപ്പോൾ എല്ലാവരും റെഡിയായി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓണർ ഹീറോയിനോട് ചോദിക്കുന്ന ചെറുക്കൻ എന്ത് ചെയ്തത്. ഹീറോയിൻ അവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ ആണെന്ന് പറഞ്ഞ് നൈസായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കും. പക്ഷെ അവളുടെ മനസ്സിൽ അവൾ ഓർക്കും എങ്കിൽ സത്യം പറഞ്ഞേക്കാന്ന് ഓർത്ത് അവൾ ബോസിൻ്റെ അടുത്ത് സത്യം പറയാൻ ചെല്ലുമ്പോഴാണ് ഒരു പെണ്ണ് ഓടി വന്ന് പറയുന്ന പയ്യൻ വന്നിട്ടുണ്ട് ഇതേ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഹീറോയിൻ പറയാൻ വന്നത് പറയാതെ അവിടെ നിന്ന് പോയി. അങ്ങനെ ഹീറോയെ മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്നിട്ട് പറയും നിനക്കെന്നെ പരിചയമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, ഞാനായിരുന്നു അവളുടെ അടുത്ത് നിൻ്റെ കൂടെ കൂടാനൊക്കെ പറഞ്ഞ് അഡ്വൈസ് കൊടുത്തതെന്ന്. അപ്പോൾ ഹീറോ ചോദിക്കും എന്ത് അഡ്വൈസ് എന്ന്. അപ്പോൾ അവൻ പേടിച്ചിട്ടുള്ള സത്യമെല്ലാം അങ്ങ് വിളിച്ചു പറയും. ഇതെല്ലാം കേട്ടിട്ട് കലിപ്പായ ഹീറോ അവിടെ നിന്ന് നേരെ വന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് ഹീറോയിന് ഒരു കിസ്. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിന് ഷോക്കായി പോകും. എന്നിട്ട് അവരുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം തീരാറാകുന്ന സ്റ്റേജ് ആയ ഉടനെ തന്നെ അവിടുത്തെ ഓണർ ഹീറോയോട് ചൂടാണ്. ഉടനെ തന്നെ ഹീറോ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാതെ കലിപ്പായിട്ട് ഇറങ്ങി പോകും. പുറകെ ഹീറോയിൻ ചെന്നിട്ട് പറയും നീ എങ്ങോട്ടേക്ക് പോകുന്നു, ഒന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ടെന്ന്. ഇത് കേട്ടുടനെ തന്നെ ഹീറോ പറയും നിന്റെ പ്രമോഷന് വേണ്ടിയല്ലായിരുന്നു ഇതെല്ലാം ചെയ്ത, ഇപ്പോൾ പ്രമോഷൻ കിട്ടിയില്ലേ, തൽക്കാലം ഉള്ള ഫോട്ടോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കും. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഇവനെ വൺ സൈഡായിട്ട് ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എവിടെ പോയാലും ഹീറോയിന് ഹീറോയെ പറ്റിയുള്ള ഓർമ്മയാണ്. അങ്ങനെ അവനെ പറ്റി ആലോചിച്ച് ഫീലായിട്ടിരിക്കുമ്പോഴാണ് അവൾ ഓർക്കുന്നത് കോളേജിൽ പോയി ഹീറോയെ മീറ്റ് ചെയ്യുക. അങ്ങനെ അവൾ കോളേജിൽ നിന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കും അവൻ എന്ത് ചെയ്യുക. അവരും പറയും ഹാളിലുണ്ടെന്ന്. അങ്ങനെ ഹീറോയിൻ അങ്ങോട്ട് പോകാൻ നേരം ഒരുത്തം വന്നിട്ട് ഇവള് ലെക്ചറാന്ന് ഓർത്തിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഹീറോയിന് സ്റ്റേജിൽ കയറിയിട്ട് കിളി പോയിരിക്കും, ഏത് ക്ലാസ് എടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ. അപ്പോഴത്തേ നമ്മൾ ഹീറോ അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ഓർക്കും ഇതെന്ത് സംഭവമാണ്. ആ ടൈമിൽ ഹീറോയും മൈക്കിൽ കൂടെ അവനെ വൺ സൈഡായിട്ട് ലൈൻ അടിക്കുന്ന കാര്യം അതുപോലെ
അതുപോലെ അവൾ പാസ്റ്റ് ചെയ്ത തെറ്റുകളും എല്ലാം പറയും. ഇത് കേട്ടുടനെ ഹീറോ അവിടുത്തെ ചാടി ഇറങ്ങി വരും. ആ ടൈമിലാണ് യഥാർത്ഥ ലെക്ചറും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഹീറോയും തമ്മിൽ അവിടെ വെച്ച് കിസ് അടിക്കും. പിറ്റേ ദിവസം ഹീറോയും ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലും. ഇവളൊരു ബുക്ക് എഴുതുവാന്ന് പറഞ്ഞില്ലേ, അവളെ പറയും ആ ബുക്കിൻ്റെ കഥ ഫുള്ള് മാറ്റിയിട്ട് ഒന്നുകൂടെ എഴുതാന്ന്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഈ സിനിമ ഇവിടെ തീരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.